നല്ല ചൂട് കപ്പപ്പുഴുക്കും ഒരു ചൂട് കട്ടൻ ചായയും. ആഹാ റാഹത്തായില്ലേ. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കപ്പ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക. കപ്പ റെഡി. ഇനി നമുക്കതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, കപ്പേൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല എല്ലും നെയ്യും ലിവറൊക്കെ ഉള്ള ബീഫ് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 വിസിൽ അടുപ്പിക്കുക. 4 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ, വലിയ ജീരകം, 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി കുക്കർ തുറന്ന് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് വേവിച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്താൽ നമ്മളെ കപ്പപ്പുഴുക്ക് റെഡിയായി. ഇനി ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം, കൂടെ ഒരു കട്ടൻ ചായ. അപ്പോൾ സിമ്പിളല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു.